നമസ്കാരം, ഞാൻ അനീഷ്. എല്ലാവർക്കും ഫ്ലേവേഴ്സ് ഓഫ് പേപ്പറിന്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മുംബൈ സ്റ്റൈൽ ഒരു പാവ് ഭാജിയാണ് തയ്യാറാക്കുന്നത്. ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു പാവ് ഭാജി തയ്യാറാക്കി എടുക്കണമെന്നുള്ളത് നോക്കാം. പാവ് ഭാജി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആണ്. ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അല്പം ബീൻസ്, കോളിഫ്ലവർ, ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, തക്കാളി 2 എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, മല്ലിയില ഗാർണിഷിന് വേണ്ടിയിട്ട്, അതേപോലെ ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ചില്ലി പൗഡർ, ജീരകം, പാവ് ഭാജി മസാല. ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതേപോലെ ബട്ടറും ഓയിലും, ആവശ്യത്തിന് സാൾട്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പാവ് ഭാജി മസാല തയ്യാറാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഭാജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അല്പം ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. വെജിറ്റബിൾ ഇതേപോലെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ലേശം ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇതേപോലെ വെജിറ്റബിൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്പം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യണം. ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് അല്പം ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. അതേപോലെ തന്നെ ആവശ്യത്തിന് സാൾട്ടും. ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അല്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് ഏകദേശം നമ്മുടെ വെജിറ്റബിൾ കുക്ക് ചെയ്യാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുക്കായി വരുമ്പോഴേക്കും നമുക്കതിന് ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ക്യാപ്സിക്കും ടൊമാറ്റോയും അതേപോലെ തന്നെ അല്പം മല്ലിയിലയും കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുക്കായെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ വെജിറ്റബിൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബ്ലെൻഡറിനെ വേണമെന്നില്ല, നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് കൈ കൊണ്ട് വേണമെങ്കിൽ മാഷ് ചെയ്യുക, ചൂടാറിയതിന് ശേഷം. അതല്ലെങ്കിൽ നമുക്കൊരു കട്ടിംഗ് ബോർഡിലിട്ടിട്ട് നൈഫ് കൊണ്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് മാഷായി പോകാൻ പാടില്ല. നമുക്ക് അല്പം വെജിറ്റബിൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇത് രണ്ടും കൂടി ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ബട്ടർ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിറക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടറും ഓയിലും ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മുടെ ഉള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഏകദേശം 1-2 മിനിറ്റ് സോട്ടാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടി നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് അല്പം കൂടി സാൾട്ട് ഇട്ട് കൊടുക്കുക. സാൾട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഇതേപോലെ നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് സോട്ടായി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കതിലോട്ട് മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാവ് ഭാജി മസാലയാണ്. പാവ് ഭാജി മസാല നമുക്ക് ഓൺലൈനിലൊക്കെ നമുക്ക് പാവ് ഭാജി മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. ഇതൊരു നോർത്ത് ഇന്ത്യൻ മസാലയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിലുണ്ടാവും. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അല്പം ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കൂടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് വേണം നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് അല്പം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. അതായത് ഉലുവയുടെ ഇലയാണ്. ഡ്രൈ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾ കൂടി ഇട്ട് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ മസാലയുടെ ആ വെജിറ്റബിളിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മുടെ സബ്ജി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ വെജിറ്റബിളൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളത് കൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ മസാലയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് പോകണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് മല്ലിയിലയുടെ ആ പാവ് ഭാജിരി ബട്ടറിൻ്റെ ഒക്കെ. ഇപ്പോൾ പാവ് ഭാജിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അല്പം കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടറിൻ്റെ ഫ്ലേവർ ലേശം കുറവായിട്ട് തോന്നുന്നു. അപ്പോൾ അല്പം കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ആ ബട്ടറിൻ്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് പാൻ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാവ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പാൻ ഒന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ പാവ് ഭാജി മസാല നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും. നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അല്പം ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫ്ലെയിമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ പാവ് കേട്ടോ. 2 പീസ് പാവ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചാണ്. നമുക്ക് എല്ലാം സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് ഈ മസാലയിൽ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഈ മസാല ആവണ വരെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ മസാല നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ ബ്രെഡിലാക്കി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ആ വെജിറ്റബിളും അതേപോലെ ബട്ടർ അതേപോലെ ഈ ബ്രെഡ്. നമുക്ക് ഈ പാവ് ബൻ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് പാവ് ബൻ ഇല്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ പാവ് ബന്ന റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പാവ് ബന്ന റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്യണത് ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അല്പം ബാജി ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രില്ല് ചെയ്ത പാവ് ബന്നും അതിൻ്റെ ബാജിയുടെ മേലിലായിട്ട് അല്പം ചോപ്പ് ചെയ്ത ഒണിയൻ ഗ്രീൻ ചില്ലി മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു അടിപൊളി ഡിഷാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും.